അടുത്തത് കർക്കിടകക്കൂറാണ്, ക്യാൻസർ എന്ന് ആണ് ഇംഗ്ലീഷിൽ പറയുക. പുണതത്തിൻ കാല് അഥവാ അവസാനത്തെ ഒരു പാദവും ആയില്യവും, പുണതത്തിൻ്റെ അവസാനത്തെ പാദം പൂയം, ആയില്യം ഈ നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. ഗൃഹസ്ഥിതി അനുസരിച്ച് 6-ലാണ് ശുക്രനും സൂര്യനും ചൊവ്വയും, അതുപോലെ 12-ൽ വ്യാഴവും വരുന്നു. ജോലി സംബന്ധിച്ച് ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചെന്നിരിക്കാം, കുറച്ചുകൂടി നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, എങ്കിലും ഉള്ളതിൽ നിന്ന് ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ശത്രുഭയങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കുറയും. അതുപോലെ ചില കേസ് വഴക്കുകൾ, അത് ജോലി സംബന്ധമായിട്ടും അല്ലാതെയും ഒക്കെയുള്ള ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നു, അതിനൊരു പരിസമാപ്തി ഉണ്ടാകാനും അഥവാ അതൊരു സെറ്റിൽമെൻറ്റിലേക്ക് നീങ്ങാനുമുള്ള കാലമാണ്. കുറച്ച് ഹാർഡ് വർക്ക് കൂടുതൽ ചെയ്യേണ്ടതായിട്ട് വരും, എന്നാലും അതുകൊണ്ട് റെക്കഗ്നീഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട്. ധനസംബന്ധമായിട്ട് ചിലവ് വളരെ കൂടുതലാകുന്ന കാലമാണ്. മെഡിസിൻ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ആശുപത്രി സംബന്ധമായിട്ടുള്ള ചിലവുകളൊക്കെ അവർക്ക് കൂടും. യാത്ര സംബന്ധമായിട്ടും ചിലവൊക്കെ കൂടുന്ന കാലമാണ്. ആരോഗ്യപരമായിട്ട്